ഹലോ ഓൾ. അങ്ങനെ സ്റ്റേഡിയത്തിന്റെ പണിയൊക്കെ പൂർത്തിയാക്കി GCDയെ ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഇത് സംസാരിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് ഒരു രണ്ട് പക്ഷം വരുന്നുണ്ട്. ഒരു പക്ഷം എന്ന് പറയുന്നത് 70 കോടി മുടക്കി സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്തു. പക്ഷെ 70 കോടിയുടെ കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്, വെറുതെയാണ്, തെറ്റീരാണ് എന്നൊക്കെ പറയുന്ന ഒരു പക്ഷമുണ്ട്. എന്നാൽ മറ്റ് ചില വീഡിയോസിലൊക്കെ ഞാൻ കാണുന്നു സ്റ്റേഡിയത്തിന്റെ കുറച്ച് ഫുട്ടേജുകളും അകത്തെ ഫുട്ടേജുകളും ചില ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പറയുന്നു വേൾഡ് കപ്പ് വരെ നടത്താൻ പാകത്തിനുള്ള രീതിയിലേക്ക് നമ്മുടെ സ്റ്റേഡിയത്തിനെ മാറ്റിയെടുത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പം രണ്ട് പക്ഷം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ രണ്ട് പക്ഷത്തിനെ നോക്കുന്നില്ല, നമ്മൾ ആ ഒരു റിസൾട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. അതായത് എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്യേണ്ടി വന്നത്? അതായത് മെസ്സി, അതായത് അർജന്റീന കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം ഇല്ല എന്ന കാരണം കൊണ്ടാണ് അവർക്ക് വരാൻ കഴിയാഞ്ഞത്. സോ അപ്പോൾ ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നമുക്ക് വേണം എന്ന രീതിയിൽ നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിനെ ഒരു ഫിഫ നിലവാരത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ഈ റെനോവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫിഫയുടെ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ടാണ് സ്റ്റേഡിയം റിനോവേറ്റ് ചെയ്തത് എന്ന് നമ്മുടെ സ്പോൺസർ പലതവണ പല പ്രസ് കോൺഫറൻസിലും പറഞ്ഞ് നമ്മൾ കേട്ടു. അപ്പോൾ ലൈസൻസ് ലഭിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അത്യാവശ്യം. അപ്പോൾ ഇനിയിപ്പോ പണിയെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ റിസൾട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ രണ്ട് പക്ഷത്തിലുള്ള ആളുകൾ ആര് പറയുന്നതാണ് ശരി എന്ന് നമുക്ക് അവിടെ മനസ്സിലാവും. നമുക്ക് ലൈസൻസ് ലഭിക്കട്ടെ. ലൈസൻസ് ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ ഇനിയിപ്പോ ഇത് പറ്റിയില്ലായിരുന്നോ അതോ ശരിക്കും പണിഞ്ഞോ എന്നുള്ളത്. അപ്പോൾ ലൈസൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാട്ടിക്കൂട്ടിയത്. അപ്പോൾ ലൈസൻസ് ലഭിക്കട്ടെ. അപ്പോൾ ലഭിക്കുമോ ഇല്ലയോ എന്നതിലിരിക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടോ, അതോ ആളുകളെ പറ്റിക്കായിരുന്നോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി അവിടെ പണിയെടുത്തോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് എന്തായാലും ലൈസൻസ് കിട്ടണം. നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിനോവേഷൻ നടത്തിയത് തന്നെ. ഇപ്പൊ ലൈസൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ വലിച്ചൊരു വരയായി പോയില്ലേ ഇത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഫിഫയുടെ ലൈസൻസ് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു.